തിരക്കഥയുടെ കഥ മാറുന്നു എന്നതാണ് വിഷയം. തിരക്കഥാ രംഗത്തേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ അർച്ചന. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അർച്ചനയിൽ നിന്ന് ആദ്യം തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഹെർ എന്ന സിനിമ ആന്തോളജി എഴുതിയത് അർച്ചനയാണ്. അതിനൊരു ചൂട് മാറിയിട്ടുമില്ല അല്ലേ അർച്ചന? അതെ, മൈക്ക് എടുത്തോ. അർച്ചന, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു സിനിമയുടെ സോൾ അല്ലെങ്കിൽ അതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് തിരക്കഥയാണെന്ന് ചിലർ പറയും. പക്ഷേ അതിൻ്റെ മേക്കിംഗ് കൊണ്ട് അതിന് ഭംഗി ഉണ്ടാക്കുന്നതാണ്, ഇതൊരു ബ്ലൂ പ്രിൻറ്റ് മാത്രമാണ് എന്ന്. അതിൽ നിങ്ങളുടെ മൂന്നുപേരുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഹലോ, എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഹെർ. അപ്പോൾ ഇങ്ങനെ ആധികാരികമായി സംസാരിക്കാൻ മാത്രം അറിവെനിക്കില്ല ഇവരെ പോലെ. പക്ഷേ ഹെറിൽ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമകൾ, ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി വെച്ചൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് എത്രയായാലും സ്ക്രിപ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ഷൻ വരുന്നു, അതിനൊരു വിഷ്വൽ ഫീലൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന് ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ കംപ്ലീറ്റ്ലി മാറ്റുന്നു അതിന് ശേഷം. പക്ഷേ കഥ, അത് കഴിഞ്ഞാൽ തിരക്കഥ തന്നെയാണ് അതിൻ്റെ കോർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷേട്ടാ, ഈ അന്നേ റസൂലും എന്നൊരു സിനിമ ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്ത് രസമുള്ള തിരക്കഥ എന്ന് പറയാറുണ്ട്, മേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ. പക്ഷേ അതേ ഡയറക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, തിരക്കഥ കത്തിച്ച് കളയണം, തിരക്കഥ വേണ്ട സിനിമ ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മൾ കുറേ ചർച്ച ചെയ്താണ്, വിഷയം ഇതായതുകൊണ്ട്. സന്തോഷേട്ടൻ എന്താ തോന്നുന്നത്? തിരക്കഥ ജസ്റ്റ് ഒരു ബ്ലൂ പ്രിൻ്റ് ആണോ, സംവിധായകനാണോ അതിന് ആത്മാവ് കൊടുക്കുന്നത്? അല്ല, തിരക്കഥയില്ലാതെ ഒരിക്കലും ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഞാനും ഇതേ അർച്ചന പറഞ്ഞ അതിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. കാരണം ഒരു സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തിരക്കഥ തന്നെയാണ്. പിന്നെ ഈ തിരക്കഥ കത്തിച്ചു എന്ന് പറയുന്ന ഈ ആരോപണം ഒരുപാട് ഇതേപോലെ വേദികളിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. കാരണം അത് ഈ പത്രങ്ങളും അതുപോലെ തന്നെ അന്ന് യൂട്യൂബും ഒക്കെ അന്നത്തെ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ അനാവശ്യമായ ഒരു തർക്കം മാത്രമാണത്, ഒരു വിവാദം മാത്രമാണത്. അപ്പോൾ പക്ഷെ ഞങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. കാരണം തിരക്കഥ കത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് തിരക്കഥയെ മാത്രം അവലംബിച്ചുകൊണ്ട് ഒരിക്കലും ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. തിരക്കഥ അവിടെ വേണം. തിരക്കഥയെ മറികടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമ ഉണ്ടാവുന്നത്, അല്ലേ? തിരക്കഥ അതിൻ്റെ ഒരു ദൃശ്യഭാഷയുണ്ടല്ലോ അതിന്. അപ്പോൾ ആ ദൃശ്യഭാഷയിലൂടെ പോകുമ്പോൾ മാത്രമേ ആ ഒരു 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 ആ സിനിമ അത് സംവിധായകൻ്റെ സിനിമയായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ സംവിധായകൻ്റെ കലയാണോ സിനിമ, അല്ല തിരക്കഥാകൃത്തിൻ്റെ കലയാണോ സിനിമ എന്ന് പറഞ്ഞിട്ട് കാലാകാലങ്ങളിലായിട്ട് ഇവിടെ ചർച്ചകൾ, വളരെ സജീവമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടുപേരും കൂടിയതാണ് എന്ത് യഥാർത്ഥത്തിൽ സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ അന്നേ റസൂലിനെ കുറിച്ച് പറയുമ്പോൾ തിരക്കഥ അങ്ങനെ നമ്മൾ ചിലപ്പോൾ തിരക്കഥ ഇപ്പോൾ അന്നേ റസൂലിന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അന്നേ റസൂലിനോട് എനിക്ക് വളരെയധികം സ്വാതന്ത്ര്യമാണ് തന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോട്ട് കൊച്ചിയുടെ കൾച്ചർ വരണം. അതായത് നമ്മളെ തൊട്ട്, ഞാൻ അങ്ങനെ പറയുന്നില്ല, എൻ്റെ സിനിമേനെ വെച്ചിട്ട് ഞാൻ തള്ളുന്നതല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അന്നേ റസൂൽ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അന്നേ റസൂലിന് മുമ്പുണ്ടായിരുന്ന മലയാള സിനിമ, അന്നേ റസൂലിന് ശേഷമുള്ള മലയാള സിനിമ എന്ന് പറയുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞു വെച്ചാൽ, പണ്ടൊക്കെ ആണെങ്കിൽ കൾച്ചറുണ്ട്, ഭയങ്കരമായിട്ട് കൾച്ചർ, ഭാഷ എന്നുള്ള സാധനങ്ങളൊക്കെ മലയാള സിനിമയിൽ സജീവമായിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഈ സ്ലാപ്സ്റ്റിക് കോമഡി പോലുള്ള സാധനങ്ങളും ഈ മറ്റേ ഇവരൊക്കെ ഉണ്ട്, മിമിക്രി ആർട്ടിസ്റ്റുകളുടെ കുറേ സിനിമ, അവരൊക്കെ കഴിവുള്ള ആർട്ടിസ്റ്റുകളാണെന്ന്. പക്ഷേ ആ മിമിക്രിയോട് സാമ്യമുള്ള ഒരു കൾച്ചർ നമുക്ക് ഇവിടെ വന്നു. അപ്പോൾ ആ കൾച്ചർ വന്നപ്പോഴാണ് ഈ പറഞ്ഞ ഭാഷ, അതുപോലെ തന്നെ അതിൻ്റെ കൾച്ചർ പറഞ്ഞ സാധനങ്ങളൊക്കെ മാറിപ്പോകുന്നത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അന്നേ റസൂലിലേക്ക് ഇത്തരത്തിൽ സാധനം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അവിടുത്തെ എല്ലാ പാട്ടുകളും ശേഖരിക്കുക. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ആക്രി പറക്കുന്നവനെ പോലെ നമ്മൾ അവിടെ മൊത്തം അലഞ്ഞു തിരിയുകയും അവിടുത്തെ കിട്ടുന്ന എല്ലാ കുപ്പി പാട്ട സാധനങ്ങൾ മുഴുവൻ പാട്ടും, പിന്നെ അവിടുത്തെ ഭാഷയും, അവിടുത്തെ പിന്നെ ഇതും ഭക്ഷണവും, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരിക. ഏകദേശം ഒരു 250 സീൻ എഴുതുകയും ചെയ്തു. 250 സീൻ എഴുതി കഴിഞ്ഞാൽ ഒരു 4 സിനിമയായി. അപ്പോൾ 250 സീൻ എന്തായാലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് അത്രയധികം അത് കളക്ട് ചെയ്തിട്ട് പിന്നീട് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു 140 സീൻ വെച്ചിട്ടാണ് അതിലേക്ക് ഇത്. പക്ഷെ ആ 140 സീനും ഫൈനലൈസ് ചെയ്തൊരു സീനല്ല. പിന്നെ നമ്മൾ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയാണ് പിന്നെ ഈ ഇൻവോൾവ് ചെയ്തിട്ട് വന്നിട്ട് അത് ഡയലോഗ്സൊക്കെ. ഇപ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയാറുണ്ട്, അപ്പോൾ ആ അന്നേ റസൂലിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് തരാൻ വേണ്ടി പറ്റുമോ? സ്ക്രിപ്റ്റ് തരാനില്ല, അത് സിഗരറ്റിൻ്റെ പിന്നെ ഇതിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ച ഡയലോഗ്സാണത്. ആ സമയത്ത് സ്പോട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു ജൈവികത ആ സിനിമക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമുക്ക് തിരക്കഥ എഴുതാം, അല്ലേ? നമ്മുടെ ഇപ്പോൾ ലോഹിതദാസൊക്കെ
തിരക്കഥ ഇല്ലാതെ തന്നെ സിനിമ തുടങ്ങിയിട്ട് ആ തിരക്കഥയുടെ കൂടെ തന്നെ അല്ല സിനിമയുടെ കൂടെ തന്നെ തിരക്കഥ ഉണ്ടായി പോയ മറ്റേ ശ്രീനിവാസൻ ആ സാറിനെ കുറിച്ച് അതെ 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 പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എന്തായാലും എന്ത് വേണം, തിരക്കഥ അനിവാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കൂട്ടത്തിൽ ഏറ്റവും സീനിയറാണ് മധുപാൽ സാർ. എനിക്ക് സാറിനെ കാണുമ്പോൾ ഒഴിമുറിയാണ് ഓർമ്മ വരിക, കാരണം എന്നെ അത്രയും സ്വാധീനിച്ചൊരു സിനിമയാണ്. സാറിനെ സംബന്ധിച്ച് എങ്ങനെ തിരക്കഥ റിലീജിയസ്ലി ഫോളോ ചെയ്യുന്ന ആളാണോ? ഈ പറഞ്ഞ വിഷയത്തിൽ ചേർത്ത് പറയാനുള്ള എന്താണ്? ഈ ഞാൻ അർച്ചന പറഞ്ഞതും സന്തോഷ് പറഞ്ഞതും നിങ്ങളൊക്കെ പറയുന്നതും ഒക്കെ കേൾക്കുന്നു, അതുകൊണ്ട് അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ സിനിമയുടെ ചരിത്രത്തിനകത്ത് ബർത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന സിനിമ ചെയ്തതിന് വിത്തൗട്ട് സ്ക്രിപ്റ്റ് ചെയ്തു പോയ ഒരു 1915-16 പടം റിലീസ് ചെയ്തത്. ആ കാലത്ത് തിരക്കഥ ഒന്നും തന്നെ ഇല്ലാതെ സിനിമ ചെയ്തിട്ടുള്ള ഇതിൽ നിന്നും തുടങ്ങിയതാണ് നമ്മുടെ സിനിമാജി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമ കണ്ടു തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തിനാണ് തിരക്കഥ എന്നുള്ളത് ഒരു ചോദ്യമുണ്ടാവും. സ്ക്രീൻ പ്ലേയുടെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. എന്തിനാണ് പിന്നെ സ്ക്രിപ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഒരു ബേസാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പലപ്പോഴും നമ്മൾ പറയില്ല, ഒരു കെട്ടിടം കെട്ടി പണിയുമ്പോൾ അതിനൊരു അടിസ്ഥാനം ഉണ്ടാവണമെന്നുണ്ട്. ഒരു 4 അസ്ഥിവാരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ 4 വർഷത്തേക്കുമായിട്ടൊരു പ്ലേസ് സാധനം ഉണ്ടാക്കും. അതിനകത്ത് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കെട്ടിപ്പൊക്കുമ്പോൾ ഇങ്ങനെയാണ് കെട്ടിപ്പൊക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു എഞ്ചിനീയർ പണി തുടങ്ങുന്നത്. അപ്പം അത് പണി തുടങ്ങിക്കഴിയുമ്പോൾ ഇവിടെ വെച്ച വാതിൽ ഇപ്പുറത്തേക്ക് മാറ്റാം, ഈ ജനൽ ഇവിടെ വേണ്ട, ഇത് ചുമരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് തന്നെയായിരുന്നു സന്തോഷ് പറഞ്ഞത്. കടലാസ് മറ്റേ സിഗരറ്റിൻ്റെ പാക്കറ്റിനകത്തൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടെന്നുണ്ട്. അത് തന്നെയാണ്, ഈ മാറ്റങ്ങൾ തന്നെയാണ്. അതുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. സിനിമയ്ക്ക് ഞാൻ ഒഴിമുറി ചെയ്ത സമയത്തുണ്ടായിരുന്നൊരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. ഒഴിമുറിയുടെ സ്ക്രീൻ പ്ലേ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതൊരു സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. അത് ലിറ്റററി പീസായിരുന്നു, പരിപൂർണമായിട്ട് ലിറ്ററേച്ചറായിരുന്നു. ജയമോഹൻ എനിക്ക് എഴുതി തന്നത് 100% ഗംഭീരമായ ഒരു ലിറ്ററേച്ചറായിരുന്നു. ആ ലിറ്ററേച്ചർ വെച്ചുകൊണ്ട് ഞാൻ സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നോട് ശ്രീനിവാസൻ ആ ലിറ്ററേച്ചർ വായിച്ചാണ്. കഴിഞ്ഞതിന് ശേഷം പടം കണ്ടതും അദ്ദേഹം കണ്ടിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, പുസ്തകം വായിച്ചിട്ട്, അത് പുസ്തകം എന്നാണ് പുള്ളി പറഞ്ഞത്, പുസ്തകം വായിച്ചിട്ട് അതിനകത്ത് നിന്നൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ എങ്ങനെയാണ് സിനിമ ഉണ്ടാക്കിയതെന്നാണ് എന്നോട് ചോദിച്ചത്. എന്നോട് തന്നെ ചോദിച്ചത്. അതായത് നീ എങ്ങനെയാണെന്നല്ല, അവൻ, അതായത് മധുപാൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയതെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതിനല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാനും ജയമോഹൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു റാപ്പുണ്ട്. കാരണം സന്തോഷം ഞാനും ഉണ്ട്. ഈ ഒരു ബേസിക് സാധനങ്ങളുണ്ട്. ഒരാൾ എന്തെങ്കിലും ചെയ്ത് തന്നിട്ടുള്ളത് നമ്മളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് കയറി വരുന്നത്, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തു പോകുന്നത്. അപ്പോൾ ബേസിക്സ് ഒരു സാധനം സ്ക്രീൻ പ്ലേ ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടിസ്ഥാനം ആവശ്യമാണ്. പക്ഷെ അതില്ലാതെയും വേണമെങ്കിൽ സിനിമ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ്. കാരണം സ്ക്രീൻ പ്ലേക്ക് എപ്പോഴും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. കണ്ടിന്യൂറ്റിയുടെ പർപ്പസിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഒരു സ്ക്രീൻ പ്ലേ ഉപയോഗിക്കുന്നത്. പക്ഷേ കണ്ടിന്യൂറ്റി തെറ്റിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള സിനിമകൾ ധാരാളമുണ്ട്. 21 ഗ്രാംസ് എന്നൊക്കെ പറയും പോലെ ഈ അലക്സാണ്ടറിനകത്തൊക്കെ ആ രീതിയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടുവന്നിട്ട് സിനിമയെ മാറ്റി മറിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് അല്ലല്ലോ അത്. എഡിറ്റിംഗ് ടേബിളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്ക്രീൻ പ്ലേയുടെ സ്വഭാവം മാറുന്നുണ്ട്. അപ്പോൾ പല സിനിമകൾ വേണമെങ്കിലും ഞാൻ എപ്പോഴും പലയിടത്തും പറയാറുള്ളൂ, ഒരാളുടെ ജീവിതം ജനിച്ച നാൾ മുതൽ മരിക്കുന്നത് വരെ നമുക്ക് ഒന്നേ എന്നുള്ളതിൽ പോകാം. പക്ഷെ അയാൾ മരിച്ചത് ഒരു ആക്സിഡൻറ്റിലാണെങ്കിൽ നമുക്ക് സിനിമ തുടങ്ങുന്നത് ആക്സിഡൻറ്റിൽ വെച്ച് തുടങ്ങാം. ഇങ്ങനെ എവിടെ വെച്ച് വേണം മുറിച്ച് വീണ്ടും ഉണ്ടാക്കാം. പക്ഷേ ഇതിനൊക്കെ ഒരാൾക്കൊരു കഥയുണ്ടാവണം എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, ഒരാൾക്ക് ഒരു കഥയുണ്ടാവണം. കഥയുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അത് എന്തു തന്നെയാകട്ടെ, ഒരു നിമിഷത്തെ കഥയാകാം, ബേസിക് സാധനം സ്റ്റോറി തന്നെയാണ്. ആ കഥയുണ്ടാവണം. ആ കഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിക്കാം എന്ന് പറയുന്നത്. ലോകത്തുണ്ടായിട്ടുള്ള സ്ക്രീൻ പ്ലേ മുഴുവൻ ആലോചിച്ചാൽ അറിയാം, ഒരു മോമെൻറ്റ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഐഡൻറ്റിഫൈ ചെയ്ത സംഭവം വളരെ മനോഹരമായിട്ട് ആളുകളോട് പറയാൻ പാകത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് മഹത്തായ സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം സിനിമയിൽ ഏറ്റവും ചർച്ചയാകുന്നൊരു വിഷയം, അതായത് പലരും പ്രതികരിക്കുന്ന വിഷയമാണ് സിനിമക്കാർക്ക് ക്രൈം മതി, അല്ലെങ്കിൽ ഓഡിയൻസിന് അത് മതി, ഓഡിയൻസ് അതാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ ക്രൈമിനോട് ഇത്ര താല്പര്യം എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പൽഷൻ ഉണ്ടോ, ഇങ്ങനെ വേണം എഴുതാൻ, ഇത്തരം കണ്ടന്റാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്, മറ്റു വിഷയങ്ങളിലേക്ക് ചിന്തിക്കാതിരിക്കുക, അങ്ങനെയുണ്ടോ? അതെ സന്തോഷേട്ടാ. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഈ ഒരു ഭയങ്കര പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്.
അപ്പോൾ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് കൂടി. കാരണം നമ്മുടെ കോവിഡാനന്തരം ഭയങ്കരമായിട്ട് സിനിമ കംപ്ലീറ്റ് നമ്മുടെ കൾച്ചർ തന്നെ മാറിപ്പോയി. മൊത്തം കൾച്ചറും കാര്യങ്ങളും മാറിപ്പോയി. പിന്നെ മാത്രമല്ല OTT പിന്നെ പ്ലാറ്റ്ഫോം ഇവിടെ സജീവമായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. അതിന് മുമ്പ് അത്ര സജീവമായിരുന്നില്ല. OTT പ്ലാറ്റ്ഫോം സജീവമായിരുന്നില്ല. OTTയിലൊക്കെ ആരും സിനിമകളൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ ഓടാത്ത സിനിമകളൊക്കെ വെച്ച് OTT അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ്. അതിനുശേഷം ഈ OTT പ്ലാറ്റ്ഫോമുകളിൽ നല്ല നല്ല സിനിമകൾ വരാൻ വേണ്ടി തുടങ്ങി. അതൊരു അനിവാര്യമായിട്ടുള്ള നമ്മുടെ പുതിയ ജീവിതത്തിൽ ഒരു അനിവാര്യമായ സംഗതിയായിട്ട് അത് മാറി. അപ്പോൾ അത് വരുമ്പോൾ പിന്നെ ഇതോട് വന്നോട് കൂടിയിട്ട് നമ്മുടെ ഈ കോവിഡ് വന്നോട് കൂടിയിട്ട് ലോകത്തുള്ള എല്ലാ സിനിമകളും നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങി, പരിചയപ്പെടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ സബ് ടൈറ്റിലുകൾക്ക് പ്രാധാന്യം കൂടി. അപ്പോൾ ഈ സബ് ടൈറ്റിലുകളിൽ വരുന്നതോട് കൂടിയിട്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ സിനിമ കാണാം എന്നുള്ളൊരു അവസ്ഥ വന്നു. കാരണം ഇതിപ്പോൾ അത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ കൾച്ചർ ഇവിടെ വർക്കാവുന്നത്. പക്ഷെ അത് ഹോളിവുഡിലേക്കും പോയി, ബോളിവുഡിലേക്കും പോയി. ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന പടം ഹിറ്റായിരിക്കുന്ന കൊറിയയിലാണ്. മനസ്സിലായില്ലേ? ക്രൈം അപ്പോൾ എത്ര കൊറിയൻ സിനിമ കണ്ടോട് കൂടിയിട്ടാണ്. കിങ്കി ഡൂക്ക് കുറേ നല്ല കാര്യങ്ങളൂടെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞത്. കാരണം ഭയങ്കര ക്രൈം കിങ്കി ഡൂക്ക് വന്നോട് കൂടിയിട്ടാണ് നമ്മൾ കൊറിയൻ സിനിമകളുടെ ഭയങ്കര ആരാധകന്മാരായി പോയത്. പിന്നെ അല്ലെങ്കിൽ ഈ കൊറിയൻ സിനിമകളൊക്കെ അതിന് മുമ്പ് നമ്മുടെ പല ആൾക്കാരൊക്കെ IFFK ഓഡിയൻസും പിന്നെ അതിന്റെ കൂടെ തന്നെ അതെ. അപ്പോൾ അങ്ങനെ കൊറിയൻ സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് കാണാൻ വേണ്ടി തുടങ്ങി. പോപ്പുലറൈസ് ചെയ്തു എന്നുള്ള കൊറിയയിൽ നിന്നും സിനിമ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് പോപ്പുലറൈസ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു മാത്രമല്ല. കാരണം ഇത് ഇപ്പം ഇദ്ദേഹം പറഞ്ഞതിൻ്റെ തുടച്ചിട്ട് കിം കിഡുക്ക് കണ്ട സിനിമകൾ ഉണ്ടല്ലോ, കിം കിഡുക്ക് ചെയ്ത സിനിമകളുണ്ട്. ആ സിനിമകൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഉള്ളിലുണ്ടായ ഒരു വയലൻസിൻ്റെ സ്വഭാവങ്ങളുണ്ട്. ആ വയലൻസ് നമ്മൾ ബാക്കി ഈ ഭാഗത്തുണ്ടോ കൊറിയൻ സിനിമകളിൽ കാണാൻ തുടങ്ങുന്നത്. എല്ലാ മനുഷ്യന്മാരും കൊറിയൻ സിനിമകളിലേക്കും ജാപ്പനീസ് സിനിമകളിലേക്കും മാറി മറിഞ്ഞതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ സബ് ടൈറ്റിലുകൾ വന്നു. അപ്പോൾ സബ് ടൈറ്റിലുകൾ വരുന്നതോട് കൂടിയിട്ട് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് കൂടി, നമ്മുടെ സിനിമകളുടെ മാർക്കറ്റ് കൂടി. അപ്പോൾ മാർക്കറ്റ് കൂടിയപ്പോൾ ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും വിറ്റഴിക്കേണ്ട ഒരു സംഭവമായിട്ട് മാറി ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് ഏറ്റവും അപ്പോൾ പ്രാദേശികത എന്ന് പറയുന്ന സാധനം നമ്മുടെ സിനിമകളിൽ നിന്ന് നഷ്ടപ്പെട്ടു. പ്രാദേശികത സിനിമകളിൽ നിന്ന് പോയി. കാരണം കേരളത്തിൻ്റെ ഒരു പ്രാദേശികമായിട്ടൊരു സംസ്കാരം ചിലപ്പോൾ ഇവിടെ കിടക്കുന്ന അൾജീരിയയിൽ കിടക്കുന്ന ഒരുത്തന് അത് ലാത്വയിലോ അൾജീരിയയിലോ അല്ലെങ്കിൽ റഷ്യയിലോ കിടക്കുന്ന ഒരുത്തന് അത് കിട്ടില്ല. പക്ഷെ ഈ ക്രൈം നമ്മുടെ സാധനം എല്ലാ സ്ഥലത്തും വിറ്റുപോകുന്ന ഒരു സംഭവമാണ്. അതിന് വേറെ കൾച്ചറൊന്നുമില്ല. ഒരാളെ കൊല്ലുക, അന്വേഷിക്കുക എന്ന് പറയുന്ന ഒറ്റ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഒന്ന് ഇന്ററപ്റ്റ് ചെയ്ത് ചോദിച്ചോട്ടെ. നമ്മളിത് പറയുമ്പോൾ തന്നെ കുമ്പളങ്ങി നൈറ്റ്സ് ഏറ്റവും പ്രാദേശികമായ എന്നാൽ ഭയങ്കര ഇന്റർനാഷണൽ സിനിമയായിരുന്നു അല്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ പൊന്മാൻ ഭയങ്കര പ്രാദേശികമായ സിനിമയാണ്, പക്ഷേ അത് ഹിറ്റാവുന്നില്ല. പൊന്മാൻ എനിക്ക് തോന്നുന്നില്ല അത്രയധികം ആൾക്കാർ ഹിറ്റായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊന്മാൻ എത്രമാത്രം ഹിറ്റായോ എന്ന് എനിക്കറിയില്ല. ഹിറ്റായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സിനിമ കാണുന്ന സമയത്ത് ഒരു 10-20 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തിങ്കളാഴ്ച നിശ്ചയം. പക്ഷെ തിങ്കളാഴ്ച നിശ്ചയത്തിന് ശേഷം വന്ന പ്രാദേശിക സിനിമകളൊന്നും ഇവിടെ ഓടിയിട്ടില്ല. ഇതൊക്കെ അത് അന്ന് തുടക്കത്തിലാണ് ആ സാധനം. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതിപ്പോൾ വേറൊരു അഭിപ്രായങ്ങൾ ഉണ്ടാവും കേട്ടോ. ഞാനിത് എനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ അഭിപ്രായം വരുമ്പോഴൊക്കെ അല്ല, അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ അങ്ങനെ ഇത് ഭയങ്കര ഒരു പോപ്പുലർ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് കച്ചവടം ഭയങ്കരമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കൂടുമ്പോഴാണ് ഈ ക്രൈം സിനിമകൾ നമ്മൾ അതിഭീകരമായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. പിന്നെ മാത്രമല്ല അതിൻ്റെ ഇടയിൽ അവെഞ്ചേഴ്സ് അതുപോലെയുള്ള ഭയങ്കര ആൾക്കാർ മുഴുവൻ, കുട്ടികൾ മുഴുവൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ ക്രൈം കോമിക്കുകളും മറ്റു സാധനങ്ങളുമാണ്. ഇതെല്ലാം തന്നെ ഇപ്പോൾ വലിയ പിന്നെ ഇപ്പോൾ ഡ്രാക്കുള പോലുള്ള പിന്നെ ഇതൊക്കെ ഇത് പിന്നെ കോമിക്സുകളാക്കി വരാൻ വേണ്ടി തുടങ്ങി. ഡാൻ ബ്രൗണിൻ്റെ സിനിമകൾ, ഡാൻ ബ്രൗണിൻ്റെ നോവലുകൾ കോമിക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് കോമിക്കും സിനിമയും ഒരേ സമയത്താണ് എന്ത് ചെയ്തത്, ഗെയിമുകൾ മറ്റേ വീഡിയോ ഗെയിമുകളായിട്ട് വരുന്നത്. ഗെയിമും സിനിമയും ഒരേ സമയത്ത് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു കൾച്ചർ മൊത്തത്തിൽ മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് കൂടുന്നത്, ഈ ക്രൈമിന്. അത് നമുക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളതല്ല, നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ്. പോപ്പുലർ കൾച്ചർ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. കാരണം ഒരു മുതലാളിത്തം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ല, അവർ ആ കഴിപ്പിക്കുകയാണ്, നിങ്ങൾ ആ ഭക്ഷണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സിനിമകളിലേക്ക് ആര് കൊണ്ടുപോകുന്നു, ഇവർ നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ ഇഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പിസ്സ പിസ്സ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല പിസ്സ കഴിക്കാൻ, പക്ഷേ നമ്മൾ 4 പേരും കൂടിയിട്ട് പിസ്സ കഴിക്കുമ്പോൾ
ഇഷ്ടമില്ലെങ്കിലും പിസ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിന്നോണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. അതെ. ഇപ്പം അർച്ചന അതിനകത്ത് ഒരു നമ്മൾ ഇപ്പം ഒരു ഫുഡ് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഫുഡല്ല, നമ്മൾ ഇഷ്ടമുള്ളൊരു ഫുഡ് നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നത്, ഇഡ്ഡലി നമ്മൾ അല്ലെങ്കിൽ വട നമ്മൾ ഓർഡർ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഡോണറ്റിൻ്റെ പരസ്യം നമുക്കൊപ്പം വരുന്ന കാര്യം ആലോചിച്ചാൽ മാത്രം മതി. കാരണം ഈ വട എന്ന് പറയുന്ന അതേ സ്വഭാവത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വടയുടെ സ്വഭാവമല്ല, ഡോണറ്റും സെയിം സ്വഭാവത്തിൽ തന്നെയാണല്ലോ. അപ്പം ഇത് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സാധനം കയറ്റി വിടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ചുറപ്പിച്ചുള്ള മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ മറികടക്കാൻ നമുക്ക് എന്ത് മാർഗം എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും കഥ ആലോചിച്ച് പോകേണ്ടി വരുന്നത്. അതിനകത്ത് ആ കഥയിലൊരു സംസ്കാരം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഈ സംസ്കാരം, കേരളത്തിൻ്റെ സംസ്കാരം ലോകവ്യാപകമാക്കി മാറ്റാൻ നമുക്ക് എങ്ങനെ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഇത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. ഞാനൊരു വളരെ സിമ്പിൾ ചിന്ത, ഈ കഥകളി എന്ന് പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട കഥകളി എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കല, ഈ കലാരൂപം കേരളത്തിൻ്റെ ഇതായി മാറുമ്പോൾ കേരളത്തിൽ ഇതിൻ്റെ ഒരു കലാരൂപമാണോ കഥകളി എന്ന് നമ്മൾ പുറകിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. അതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു എവല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ആ എവല്യൂഷൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിലേക്ക് കാരണം ആദ്യകാലങ്ങളിൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കേരളത്തിനകത്ത് കഥകളി ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് വേറെ എന്തോ ഉണ്ടായിരിക്കും, ഒരു അനുഷ്ഠാനം ഉണ്ടായിരിക്കും. പിന്നീട് അത് മാറി വന്നതാണ്. അപ്പം ഇപ്പോൾ കഥകളിയെ മറികടന്ന് കൊണ്ടുവരുന്ന വേറൊരു കാര്യത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ പോയിരിക്കും. അപ്പോൾ ഈ പറയുന്ന തരത്തിലാണ് നമ്മളെ പ്ലേസ് ചെയ്യുന്നതും നമ്മുടെ കൾച്ചർ എല്ലാം ഒരു എവല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത്. അപ്പം സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനും ക്രൈമും മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇൻവെസ്റ്റിഗേഷനും ക്രൈമും അല്ലാത്ത വേറെ തരത്തിലൊരു ഇമോഷൻ സാധനത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു തരത്തിലൊരു താല്പര്യത്തിലേക്കോ നമ്മൾ മാറിയെന്ന് വരും. ജസ്റ്റ് ടു ആഡ് ഓൺ, പറഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യരെല്ലാവരും സമാധാനപ്രിയരാണ്, റൈറ്റ്? പീസ് ഓഫ് മൈൻഡ് ഇസ് വെരി കോസ്റ്റ്ലി. ഇപ്പോൾ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് കാശ് കൊടുക്കുന്നുണ്ട്, റൈറ്റ്? മെൻ്റൽ ഡിസീസസ് ഹവ് ഗോൺ അപ്പ് ഡ്രാസ്റ്റിക്കലി. പക്ഷേ ജനറലി നമ്മളെല്ലാവരും കുറേ വയലൻ്റ് ആണ്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ കയറി പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിലുള്ള പ്രതിരോധം എന്ന് വെച്ചാൽ ഇഷ്ടക്കേട്, വെറുപ്പ്, ദേഷ്യം, മൊത്തത്തിൽ ഇതാണ് നമുക്ക് ജനറലി കാണാൻ പറ്റും. ഇപ്പോൾ ഈ പൊന്മാൻ്റെ അവസ്ഥയിൽ തന്നെ നല്ലൊരു സിനിമയാണ്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയാണ്. പക്ഷേ അതിന് തന്നെ ഓരോ കാര്യങ്ങൾക്കും ഓരോ സിനിമയിലും ഓരോ ഷോട്ടൊക്കെ എടുത്ത് ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നതും അതിനെപ്പറ്റി വിശദീകരണം കൊടുക്കുന്നതും എന്തൊരു റേജാണ് നമ്മൾക്ക് ജനറലി. എനിക്ക് അങ്ങനെ തോന്നി. ഇപ്പോൾ ഇതിൽ ഇവർ രണ്ടുപേരും പറഞ്ഞത് വെച്ചിട്ട് വളരെ ഡീപ്പായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും, ഞാൻ വളരെ സർഫസ് ലെവലിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ജനറലി വി ആർ വെരി വയലൻറ്റ് ആസ് എ സൊസൈറ്റി റൈറ്റ് നൗ. വി ആർ സോ, ഇപ്പം മിഹിറിൻ്റെ കാര്യം തന്നെ നോക്കും, ജനറലി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നോക്കുമ്പോഴും 15 വയസ്സായ കുട്ടിയെ ചെയ്ത കാര്യം തന്നെ നോക്കൂ. ദാറ്റ്സ് വെരി വയലൻറ്റ്, റൈറ്റ്? സോ ഐ തിങ്ക് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. വിച്ച് ഇസ് വൈ ഈ ഒരു ഹൈപ്പ് ക്രൈമിനും കൊലയ്ക്കും ദേഷ്യത്തിനും റേജിനും ഇഷ്ടക്കേടിനും ഉള്ളത് നാച്ചുറലാണ്. ദാറ്റ് ഈസ് അസ്, നമ്മളാണത്. റിഫ്ലക്ഷൻ അത് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമ്മൾ കൂടിയാണ് അതിന് ഉത്തരവാദികളാകുന്നത് എന്നുള്ളത് ആലോചിക്കാന്നില്ല. അത് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം നമ്മളുടെ ഉള്ളിലുള്ള വയലൻസ് നമ്മൾ കാണുമ്പോൾ നമ്മളത് ഹാപ്പി ആയിട്ട് അതിനെ എൻകറേജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പോൾ വളരെ സിമ്പിൾ സാധനം പറഞ്ഞത്, പഴയ കാലത്ത് ഈ അധ്യാപകരോട് നമ്മൾ ഒരിക്കലും എതിര് പറയുകയോ അവർ പറയുന്നത് കേൾക്കുകയും അവർ പറയുന്നതിനനുസരിച്ച് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അധ്യാപകരും നമ്മളും ഈ പറയുന്ന രണ്ടാമതൊരു ജനറേഷൻ വന്നപ്പോൾ അധ്യാപകൻ അങ്ങോട്ട് പേടിയുണ്ട്, എന്നാൽ കുറച്ചുകൂടെ ഇപ്പം നേരെ തിരിച്ച് അധ്യാപകൻ പറയുന്നതിന് മറുപടി പറയുന്ന വിദ്യാർത്ഥി സമൂഹം ഉണ്ടാവുന്നുണ്ട്. അപ്പം ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഈ പുതിയ കാലത്ത് തന്തവൈബും തള്ളവൈബിൻ്റെയും കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പീരീഡിനകത്ത് തന്നെ നിന്നുകൊണ്ട് മനുഷ്യന്മാർ എങ്ങനെ മാറുന്നു എന്നുള്ളത് ഇത് പറയാൻ കാണിച്ചാൽ നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ച് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. കാരണം അവരെങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത്, അവരുടെ ടീച്ചർമാരോട് എങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നത് എന്നുള്ളത്, അത് കഴിഞ്ഞ് ഇപ്പോൾ എങ്ങനെയാണ് അതിന് ശേഷം വരുന്ന ജനറേഷൻ ഇടപെടുന്നത്. അപ്പം ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ പറയുന്ന സൊസൈറ്റി തന്നെയാണ് ഇതിന് കാരണക്കാരാകുന്നത്. ആ സൊസൈറ്റിയെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം നമുക്ക് എന്ത് ഇഷ്ടമല്ല, എന്ത് കൂടുന്നു, എന്ത് കുറയുന്നു, ഇത് കൂടാമോ അല്ലയോ എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാവേണ്ടത്. അതെല്ലാ അർത്ഥത്തിലും. വെറുതെ റോഡിൽ നിൽക്കുന്ന ആളെ തല്ലാൻ പോകുന്ന പോലീസുകാരനെ നമ്മൾ കാണുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്നില്ല, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്, എന്താ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഇടപെടുന്നത്. അതുപോലും അല്ലാത്ത അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം
നമ്മൾ കാണുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ എഴുതുകയും സിനിമയാക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് നമ്മുടെ സമൂഹത്തിന് തന്നെയാണ്. അതിപ്പോൾ സന്തോഷമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് സൊസൈറ്റിയിൽ കാണുന്നത് സിനിമയിലേക്ക് നമ്മൾ വരുത്തുന്നു, അതേസമയം സിനിമ ഒരു തരത്തിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അങ്ങനെയും പറയാം അല്ലേ? ഇപ്പോൾ ഈ ക്രൈമിൻ്റെ കേസൊക്കെ പറയുമ്പോൾ ഇപ്പം ഈ പറഞ്ഞല്ലോ പ്രാദേശികമായ സിനിമകൾ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽ ഗുഡ് സിനിമ വന്നാൽ ഓക്കെ, അതിനൊരു ഓഡിയൻസ് ഭയങ്കര കുറവായിട്ട് എല്ലാ സംവിധായകരടക്കം പറയും. നമ്മൾ എഴുതാനൊക്കെ ശ്രമിക്കുമ്പോൾ പറയുന്നത് ഇന്നത്തെ ട്രെൻഡ് ഇതാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നോക്കൂ എന്ന രീതിയിലാണ്. ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം അതുണ്ടോ ഇപ്പോൾ? അല്ല, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ഈ സംവിധായകനും നിർമ്മാതാവും കൂടിയുള്ള അസ്വസ്ഥമായ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കുട്ടിയാണ് എന്നാണ് സാധാരണ ഒരു പ്രശസ്തനായ ഒരാൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഈ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം അത് പണ്ടേ പറഞ്ഞിരിക്കുന്നത്, റായിയുടെ പുസ്തകങ്ങളിലൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വലിയ പ്രതിസന്ധി അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അതെല്ലാവരും അനുഭവിക്കുന്നു. ഇപ്പോൾ നമ്മളത് കൂടുതലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് വർക്കായതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കരമായ പ്രശ്നമുണ്ട്. അത് നല്ല സിനിമകൾ എഴുതാൻ ഒരിക്കലും അത് പ്രശ്നമില്ല. കാരണം അത് ഡിമാൻഡ് ചെയ്യുന്നില്ല, ഈ നിർമ്മാതാവ് ഇത് ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് വരുന്ന സമയത്ത് എന്തായാലും നമ്മളെ മുമ്പിൽ ഒരു ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് മുടക്കിയ പൈസയെങ്കിലും തിരിച്ചു കിട്ടണം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ആകെ പാനിക്കാവും. അപ്പോൾ നമ്മളിത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ബാക്കിയുള്ളവരും കൂടി നമ്മളിപ്പോൾ എഴുതുന്ന സമയത്ത് മറ്റേ ഇതിൻ്റെ ഓഡിയൻസിൻ്റെ അത് ഞാൻ കേട്ടോ, അതുപോലെ മധുവിന് വേറെ രീതിയിലുള്ള അഭിപ്രായം ഉണ്ടാവും. ഇപ്പം ഞാനൊരു കമേഴ്ഷ്യൽ സിനിമ എഴുതുമ്പോൾ ഇപ്പം ഞാൻ സ്റ്റീവ് ലോപ്പസ് എഴുതുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ മാത്രമല്ല എനിക്ക് രാജീവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ പ്രശ്നമില്ല. കാരണം അയാൾ ഒരു വലിയ സംവിധായകനാണ്, അയാളാണ് അതിൻ്റെ കിങ്, അയാളാണ് അതിൻ്റെ തീരുമാനം എടുക്കുന്നത്. പ്രൊഡ്യൂസർക്കൊന്നും ഒരു തീരുമാനം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ സമയത്ത് ഷൂട്ടിങ് തീർക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റു രീതിയിൽ വരുമ്പോൾ മറ്റ് സംവിധായകരുടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പ്രശ്നം ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതൊക്കെ വിട്ടു കഴിഞ്ഞാലും ഇപ്പോൾ ഉള്ള പ്രശ്നം സെൻസർഷിപ്പ് ഭയങ്കരമായിട്ട് കൂടി. 2014 ശേഷം ഈ BJP ഗവൺമെൻറ് വന്നതോടുകൂടിയിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്നു ഗുൽസാറിൻ്റെ പടത്തിന് അന്ന് 1975 ഗുൽസാറിൻ്റെ പടത്തിൽ ആന്ധ്യ അങ്ങനെ പറയുന്നൊരു പടം, അങ്ങനെ ആ പടം അങ്ങനത്തെ ആ പടം വന്ന സമയത്ത് ഗുൽസാറിൻ്റെ പടം വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ അടിയന്തരാവസ്ഥയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ജീവിതവുമായിട്ട് അതിന് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ആ പടത്തിന് ഭയങ്കരമായിട്ട് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് BJP മാത്രമല്ല, ഏത് അത് ആഘോഷിക്കുന്ന ഗവൺമെൻറ് വരുമ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ദാമോദർ പ്രസാദ് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ ഇതിലൊരു ലേഖനം എഴുതിയ കണ്ടു. കാരണം പാതാൾ ലോക് എന്ന് പറയുന്ന പുതിയ ഇതുണ്ടല്ലോ നമ്മുടെ വെബ് സീരീസ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഈ പറയുന്ന പോലെ ഈ അധികാരത്തോടൊക്കെയുള്ള ഭയങ്കരമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് രംഗങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീരാമിന് ജയ് വിളിച്ചുകൊണ്ട് ഒരു മുസ്ലിമിനെ തല്ലിക്കൊല്ലുന്ന ഒരു സീൻ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡറിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായിട്ട് ആക്രമിക്കുന്ന ഒരു സീനുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രതിഷേധമാണത്. ആ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ ഈ ഭരണകൂടത്തെ സുഖിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിനെ പേടിച്ചുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ പാതാൾ ലോക സെക്കൻഡിലേക്ക് വരുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 15 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 15 എന്ന് പറയുന്ന 150 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 15 എന്ന് പറയുന്ന ഒരു പടത്തിൽ അതുപോലെ തന്നെ ഇഷ്ടംപോലെ കുറേ പടങ്ങളുണ്ടല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതേ സമയത്ത് തന്നെ കാശ്മീർ ഫയൽ പോലുള്ള പടങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ടാക്സ് ഇളവ് പോലും കൊടുത്തിട്ട് ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ നമ്മളെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് നമ്മളെ കൂച്ചുവലങ്ങിടുന്നുണ്ട്, നമ്മുടെ കയ്യിൽ കൂച്ചുവലങ്ങിടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മളിപ്പോൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പള്ളിവാളും കാൽച്ചിലമ്പും ആ സാധനം ഇപ്പോൾ എഴുതാൻ പറ്റുമോ? അതേസമയത്ത് തന്നെ ഈ സക്രിയയുടെ ഇതിൽ എന്തിനെതിരെ അമ്പലത്തിന് നേരെ ബോംബെടുത്ത് എറിയുന്നുണ്ട് ഭാസ്കര പട്ടേൽ. ഇന്ന് അങ്ങനത്തെ ഒരു സാധനം എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പറ്റും? ആര് പ്രസിദ്ധീകരിക്കും? അത് റൈറ്റിംഗ്, അത് എഴുത്തുകാരൻ എന്ന നിലയിലും ആ പ്രശ്നമുണ്ട്, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അങ്ങനത്തെ ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രൈം മൊത്തം മനസ്സിലുള്ള സാധനം മൊത്തം പുറത്തേക്ക് വരും, അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത് സിനിമ എഴുതുമ്പോൾ സമയത്ത് മാത്രമല്ല, സിനിമ എഴുതുമ്പോൾ സ്വാതന്ത്ര്യം കുറവാണ്, മറ്റേത് എഴുതുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ട്. ആ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്താവുന്ന രീതിയിൽ ഈ സെൻസർഷിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രശ്നം.
ഇപ്പം അർച്ചനയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് ഇപ്പം ഹേർ എന്ന സിനിമ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അർച്ചനയ്ക്ക് ഇഷ്ടമുള്ള സിനിമ അർച്ചന എഴുതി എന്നാണ്. പക്ഷേ അതൊരു കോർപ്പറേറ്റ് ജോബിൻ്റെ സ്വഭാവത്തിലായിരിക്കണം, കാരണം അതൊരു OTT-യിലേക്കാണ് ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചാലഞ്ചസ് അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ട് തന്നിട്ടുണ്ടോ എഴുതുമ്പം? ഹേർ എഴുതുമ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചാലഞ്ചും ഇല്ല. മെയിൻ കാരണം ഞാൻ ഫേമസ് അല്ല, എന്നെ ആർക്കും അറിയില്ല. ഞാൻ എന്താ എഴുതുന്നത്, സിനിമയാവോ, സിനിമ ആയാൽ എന്താ പ്രശ്നം, ആയില്ലെങ്കിൽ എന്താ പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഷോൾഡർ ചെയ്യാതെ എഴുതിയതാണ് ഹേർ. അതിൻ്റെ പ്രശ്നങ്ങൾ അതിനുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ, നമ്മളൊരു തിരക്കഥാകൃത്ത് എന്ന പേര് വന്നു കഴിയുമ്പോൾ അതിനുശേഷം ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ്, ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റിലുള്ള മെയിൻ ചാലഞ്ച് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ ഓഡിയൻസിനും അത് കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി OTT-യിലേക്കും എന്ന രീതിയിലാണ് അത് എഴുതിയ അടുത്ത നിമിഷം തന്നെ നമ്മൾ ഇത് പോകുന്നത്, പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന OTT-യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇത് ഒരു സെക്കൻഡ് സ്ക്രീനായിട്ട് ഇത് വർക്ക് ആവുമോ എന്നുള്ളതാണ്. റൈറ്റ്? ഇപ്പം തന്നെ നമ്മളൊന്ന് ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര പേര് ഞാൻ പറയുന്നത് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് ഞാൻ അത്ര ഒരേറ്ററൊന്നും അല്ല, പക്ഷേ മിക്കവാറും പേരും ഫോണിലായിരിക്കും. റൈറ്റ്? അപ്പം നമ്മുടെ ആസ് എ റൈറ്റർ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച്, ഈവൻ OTT-കൾക്കും ഏറ്റവും വലിയ ചാലഞ്ച്, സിനിമ കണ്ടുകൊണ്ടേ അത് ശ്രദ്ധിച്ചിട്ടേ നമുക്ക് ഫോണിൽ നോക്കി ഇവിടെയും അവിടെയും ചേർന്ന് നിന്ന് നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലുള്ള സ്ക്രിപ്റ്റ് ആണോ നിങ്ങൾ എഴുതുന്നത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ചാലഞ്ച്. റൈറ്റ്? അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സീരീസ് ആവട്ടെ, നമ്മൾ സിനിമയാവട്ടെ, അല്ലെങ്കിൽ ചെറിയ ഒരു ആന്തോളജി, ഇപ്പോൾ ഹേർ പോലെയുള്ള ചെറിയ പാർട്ട് ഓഫ് ഇറ്റ് ആയിക്കോട്ടെ, അത് കണ്ടുകൊണ്ട് തന്നെ ഒരു നിമിഷം എനിക്കൊരു മെസ്സേജ് വന്നു, ഞാൻ വാട്സാപ്പ് നോക്കുന്നു, ഓക്കെ സ്റ്റോപ്പ് ചെയ്യാണ്ടേ എനിക്ക് ആ കഥ മനസ്സിലാക്കാൻ പറ്റുമോ, ദെൻ ഐ എം എ സക്സസ്. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ, സെക്കൻഡ് സ്ക്രീനായിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ആവുമെങ്കിൽ ഞാനൊരു നല്ല തിരക്കഥാകൃത്താണ്. ഓഫ് കോഴ്സ് യാ. കാരണം അതാ ഞാൻ പറഞ്ഞു, ഇപ്പം ഇവിടെ ഇരിക്കുന്നവർ എത്ര പേര് ഇത് മാത്രം കേൾക്കുന്നുണ്ട്, എത്ര പേര് ഫോണിലുണ്ട്. ഇവിടെ എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, നമ്മൾ മാത്രമല്ല, എല്ലാവരും അനുനിമിഷം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീലായിട്ടും ഷോർട്സ് ആയിട്ടും എല്ലാ രീതിയിലും. അപ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഈ ജനതയെ, ഞാനടക്കം ഉള്ള ജനതയെ, ചെറിയ കുട്ടികളടക്കമുള്ള ജനതയെ എങ്ങനെ ബോറടിപ്പിക്കാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഒരു സ്ക്രിപ്റ്റ് ഫോമാറ്റിലാക്കി നമുക്ക് OTT-യിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ദെൻ കംസ് റിലിജ്യൻ. ഓക്കെ, സന്തോഷമായിട്ട്. നമ്മൾ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ കാലം എന്ന് പറയുന്നത് മലയാള സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ചയാകുന്ന ഒരു സമയമാണ് അല്ലേ? നമ്മളുടെ കണ്ടന്റ് കൊണ്ട്, ഈ സിനിമയിലെ ആശയങ്ങൾ കൊണ്ട്, അതിൻ്റെ മേക്കിംഗ് കൊണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ടൊക്കെ അങ്ങനെ എന്തോ ഒരു മാജിക്കും കൂടി മലയാള സിനിമയിൽ ഇപ്പം സംഭവിക്കുന്നുണ്ടോ? എന്താ തോന്നുന്നത്? മാജിക് ഒന്നും മലയാള സിനിമയിൽ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. വർഷം അല്ല, അങ്ങനെയുള്ളൊരു മാജിക് ഒന്നും സംഭവം തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ക്രൈം എന്ന് പറയുന്ന സാധനത്തിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിനിമകളാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഈ കിഷ്കിന്ദ കാണ്ഡം കൊണ്ട് നോക്കുമ്പോൾ അതിനകത്തും എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്രൈമാണ് അതിനകത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിൽ എന്താണ്? ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമേൻ്റെ അകത്തും ഇതുണ്ട്, ഒരു ക്രൈമിൻ്റെ എലമെൻ്റ് അതിനകത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ അതൊക്കെ നന്നായിട്ട് ഓടിയ സിനിമകളാണ്, നല്ല സിനിമയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്ഭുതങ്ങളൊന്നും മലയാള സിനിമയിൽ സംഭവിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ പണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ നമുക്കൊരു ബാങ്ക് കാണിച്ചിട്ട് ബാങ്കിൽ ഒരുത്തൻ വർക്ക് ചെയ്യുന്നതും മറ്റേ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ഇയാളൊരു ബാങ്ക് ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത് കുറേ സീൻസ്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഇപ്പം ഇതെല്ലാം അറിയാം. ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവന് പിന്നെ ICICI ബാങ്കിൽ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവനറിയാം, A to Z. അവൻ അവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും. അപ്പോൾ കുറച്ചേ പറയണ്ടു. ഇവിടെ വിഷ്വൽസിന് ഭയങ്കരമായ പ്രാധാന്യമുള്ള ഒരു കാലമാണിത്. അപ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ കുറേ ഇപ്പോൾ ഈ നമ്മുടെ ഇതിന് പറ്റിയ, എനിക്ക് പൊന്മാൻ ഇഷ്ടപ്പെട്ട സിനിമയാണ് കേട്ടോ. പൊന്മാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ അടുത്ത കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കണ്ട ഒരു സിനിമയാണ് ഞാനത്. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സംഭവത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ കഥാപാത്രത്തെ ബാങ്കിൽ നിന്ന് ഈ മറ്റേ സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സ്വർണം എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട്, പിന്നെ കല്യാണം കഴിയുമ്പോൾ അത് തിരിച്ച് ഒരു ചെറിയ ശതമാനം ഒരു ഇത് പൈസ ഈടാക്കിയിട്ട് അത് തിരിച്ചു വാങ്ങുന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സീൻസ് അയാൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ വേറെ ഏതോ ഒരു സ്ഥലത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത്രയും കൂടുതൽ അത് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ ആൾക്കാർക്ക് അത് വ്യക്തമാവുന്നു. അപ്പോൾ വിഷ്വൽസിനാണ് ഏറ്റവും കൂടുതൽ
പ്രാധാന്യമുള്ള ഇപ്പം ഡയലോഗ്സ് ഭയങ്കര കുറഞ്ഞില്ലേ സിനിമകളിൽ? എത്രമാത്രം ഡയലോഗ്സ് കുറഞ്ഞു. ഇപ്പം നേരത്തെ പറഞ്ഞ സിനിമ തന്നെ എന്താണ് മറ്റേ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ വിഷ്വൽസ് അല്ലേ അതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ. ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അതാണ്, സ്ക്രിപ്റ്റാണ് അതിൻ്റെ അകത്ത് ഭയങ്കര, സ്ക്രിപ്റ്റ് എന്നല്ല രണ്ടും കൂടിയിട്ട് നിൽക്കുന്ന ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിഷ്വൽസിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സിനിമ. അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ഇഫക്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ അല്ലേ ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഭയങ്കര സാധ്യതകൾ ഇനി വരും കാലങ്ങളിൽ ഭയങ്കരമായ സാധ്യതകൾ ഉണ്ടാവുന്നു. പിന്നെ മമ്മൂട്ടി അഭിനയിക്കാതെ തന്നെ മമ്മൂട്ടിയുടെ സിനിമ വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ എവിടെ വരുന്നുണ്ട്, നമ്മൾ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരിപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ പലപ്പോഴും പറയാറുള്ളത് ഏറ്റവും മികച്ച ഒരു കൃതി ഒരിക്കലും എന്താക്കാൻ വേണ്ടി പറ്റില്ല, സിനിമയാക്കാൻ വേണ്ടി പറ്റില്ല. അത് ഇപ്പോൾ അനുഭവിച്ചു. ഏത് ഇപ്പോൾ പെട്രോ പരാമോ മറ്റേ സിനിമ മറ്റേ സീരീസ് വന്നപ്പോഴും 100 Years of Solitude വന്നപ്പോഴും അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമ്മളത് വായിക്കുന്നതിൻ്റെ 100-100 പോലും ആ സാധനമില്ല. ഇത് പണ്ടേ തന്നെ ഈ പറഞ്ഞ റായി അല്ല എന്ന് പറഞ്ഞാണ്. കാരണം നീളമുള്ള ചെറുകഥകൾ എടുത്തിട്ട് സിനിമ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ മാത്രമല്ല കുറച്ച് എന്താണ് പൾപ്പ് നോവൽസും ഒക്കെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് പണ്ടേ പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ അതല്ലാതെ ഇപ്പോൾ എഴുത്തുകാരൻ്റെ തന്നെ ഭാവനയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് സിനിമയിലും സ്പെഷ്യൽ ഇഫക്റ്റുകൾ കൊണ്ടും ഈ പറയുന്ന പോലെ ഗ്രാഫിക്സ് കൊണ്ടൊക്കെ അതിനെ സാക്ഷാത്കരിക്കാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ ഇതിനോട് ചേർത്ത് പറയുമ്പോൾ ഇപ്പം സംവിധായകൻ ശ്യാമപ്രസാദ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി, ഈ നോവലിനോട് നീതി പുലർത്തുക എന്ന ക്ലീശ ഒഴിവാക്കിയിട്ടാണ് ഒരു സാഹിത്യകൃതി സിനിമയാക്കേണ്ടത്, എന്നാലേ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ എന്നൊക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞ വിഷയം, ഇപ്പം ഡയലോഗുകളുടെ പ്രസക്തി പറഞ്ഞു, സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ ലോഹി സാറിൻ്റെ സിനിമയാവട്ടെ അല്ലെങ്കിൽ MT സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി അങ്ങോട്ട് ആക്ടേഴ്സ് ആവശ്യപ്പെട്ട് ചെന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എത്ര നല്ലൊരു കഥ എഴുതിയെങ്കിലും ആക്ടേഴ്സിനെ നമ്മൾ കൺവിൻസ് ചെയ്തത് സിനിമയായി ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു ട്രെൻഡിനെ അല്ലെങ്കിൽ ഈ എഴുത്തുകാരൻ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുക, അവരുടെ ഒരു എക്സിസ്റ്റൻസ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അവസ്ഥ എന്താ? ഇവിടെ കഴിഞ്ഞ ദിവസം പ്രേംകുമാർ എന്ന് പറയുന്ന സംവിധായകൻ 96 മെയ് എഴുകന്യം കക്ഷി പറഞ്ഞൊരു ഈ ആക്ടേഴ്സ് വളരെ സജീവമായിട്ട്, അതായത് സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ പറയുന്ന കക്ഷികൾ നല്ല അഭിനേതാക്കളാകണം എന്ന് പറയുന്ന തരത്തിലേക്ക് മാറിയിട്ടുള്ളത് എന്നതിൻ്റെ തെളിവാണ് 96 മെയ് എഴുകനം എന്ന് അദ്ദേഹം പറയണ്ടായി. നമ്മുടെ ആക്ടേഴ്സും വളരെ കൃത്യമായിട്ട് ഈ കഥകൾ ചൂസ് ചെയ്യുന്നതിനകത്തും ഈ പറയുന്ന തരത്തിൽ ഉണ്ടാവുന്നുണ്ട്. നോവലുകൾ സിനിമയാക്കുക എന്ന് പറഞ്ഞപ്പം പെട്രോ പരാമോ സിനിമയായപ്പോഴും സീരീസ് ചെയ്തപ്പോഴും 100 Years of Solitude സീരീസ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ കണ്ടു അത് കുഴപ്പമാണെന്നുള്ള സാധനങ്ങൾ മനസ്സിലാവുന്നു. പക്ഷേ നോവൽ വേറെ ഒരു തരത്തിലുള്ള എഴുത്താണ്. പുതിയ കാലത്ത് ഏറ്റവും ആധുനിക കാലത്തുള്ള പല നോവലുകളും വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് സിനിമയ്ക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരാം. പക്ഷേ അതിനെ മറന്നുകൊണ്ട് അതിനകത്തൊരു കണ്ടന്റ് നമുക്ക് റീവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ തെളിവുണ്ടല്ലോ. അങ്ങനെ വന്ന് വർക്ക് ചെയ്തിട്ടുള്ള പല സിനിമ ഉണ്ട്. കാരണം നമ്മൾ ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഈവൻ ബ്രഹ്മയുഗം പോലും ഒരു അഡാപ്റ്റേഷൻ്റെ സാധനങ്ങളിൽ കിടപ്പുള്ളതാണ് അതൊക്കെ. അപ്പം ഇതെങ്ങനെ ചെയ്തെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പം സിനിമ എന്ന മീഡിയത്തെ തിരിച്ചറിയുന്ന റൈറ്റേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് ആദ്യത്തെ കാര്യമാണത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ആ മീഡിയം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും എന്ന് ആലോചിക്കാൻ പറ്റും. നേരത്തെ അർച്ചന പറഞ്ഞതുപോലെ മൾട്ടി ടാസ്ക് എന്ന് പറയുന്നത് ഉള്ളത് ആലോചിക്കുമ്പോൾ കുഴപ്പമുള്ള കാര്യമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമുള്ള കാര്യമാണ്. പക്ഷേ ആ മൾട്ടി ടാസ്ക് നമുക്ക് പറ്റുമോ ഇല്ലയോ, അത് കാരണം ഞാൻ പറയുന്നത് നീ കേൾക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് അവൻ്റെ ചെവിയിൽ ചെന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥയുണ്ടെന്നുള്ളതാണ്. ഈ അവസ്ഥ മാറുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഞാൻ കേട്ടുകൊള്ളാം എന്ന് പറയുന്നത്. കാരണം ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, മൊബൈൽ ഫോൺ രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളത് വിഷ്വലിലേക്ക് അത് വരുന്നുണ്ട്. കാരണം ആലോചിച്ച് നോക്കുന്നത് വിഷ്വലാണതെല്ലാം. ഇത്തരം വിഷ്വലി നമുക്ക് പറഞ്ഞു പോകേണ്ട കാര്യങ്ങളുണ്ട്. ഒരാൾ ആരാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോലും കഥയിൽ വേണമെങ്കിൽ ഒരു ചാപ്റ്റർ മുഴുവൻ എഴുതേണ്ടി വരും. ഇയാൾ ആരാണ്, ഇയാളുടെ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊന്നും വേണ്ട. നേരത്തെ പറഞ്ഞാൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണെന്നാൽ അയാൾ ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഷോട്ട് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ അയാളുടെ പിന്നിൽ അയാൾ ചെയ്യുന്ന ഒരു കാർഡിനകത്തൊരു ബാങ്ക് ഉണ്ടായാൽ മതി. എളുപ്പമതാണ്. അപ്പം നമ്മൾ പറയുന്നത് പക്ഷേ ഇയാൾ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നോവലിൽ ഒരു ചാപ്റ്റർ ഫുൾ അതായിരിക്കും. 6 പേജോ 7 പേജോ 8 പേജോ 10 പേജോ ഒക്കെ ചെയ്തണം. അതിനൊന്നും ആവശ്യമില്ല. സിനിമ 100% വിഷ്വലാണ്. നിങ്ങളൊരു 100 പേജിലൊരു വളരെ കൃത്യമായിട്ട് ഡയലോഗ് പറഞ്ഞു വന്നിട്ട്
അതിനൊരു ഈ എഴുതി വെച്ചിട്ടുള്ള സ്ക്രീൻ പ്ലേ ഉണ്ടാവും, ചിലപ്പോൾ സീൻ ഉണ്ടാവും. ചിലപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഒറ്റ നോട്ടം കൊണ്ട് നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു സ്ക്രിപ്റ്റിൽ ഞാനത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. തലപ്പാവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് ചെയ്തിട്ടുണ്ട്. കാരണം വലിയ എഴുതി വെച്ചിട്ടില്ലല്ലോ, പക്ഷേ അത്ര ആവശ്യമില്ല. അത് ബാബുവിനോട് പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അത് നേരത്തെ പറഞ്ഞില്ലേ, ഒരു സംവിധായകനും തിരക്കഥാകൃത്തും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ദാമ്പത്യം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഏറ്റവും നല്ല രീതിയിൽ ആലോചിക്കുന്നത്, പണ്ട് തകഴിയാണത് പറഞ്ഞിട്ടുള്ളത്. ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതി കൊടുത്ത് സൽപുരം ചെയ്തു, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് വരാം. അപ്പം ഞാൻ ഒരു സിനിമ കഥ, അതായത് പുള്ളി പറഞ്ഞ വാചകം ഇതാണ്: മകളെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് അവൾ ഭർത്താവിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു ആദ്യ രാത്രി എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നിൽക്കേണ്ട ആവശ്യമില്ല, അത് അവർ ജീവിച്ചോളും എന്ന് പറഞ്ഞ പോലെ തന്നെ. ഇതിനൊരു എക്സാക്ട് വേണ്ടത് ഇതായിരുന്നു കണ്ടന്റ് എന്ന് പറഞ്ഞതുപോലെയാണ്. പക്ഷെ ആ ദാമ്പത്യം 100% ആയിട്ട് ഒരു ഭാര്യ ഭർത്താവ് പോലെ തന്നെയാണ് റൈറ്ററും ഡയറക്ടറും കൂടി തമ്മിലുണ്ടാവുന്നത്. ടില്ലെൻ്റെ നിൽക്കുന്ന സംഭവങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഞാൻ ഒഴിമുറി ചെയ്ത സമയത്ത് ജയമോഹൻ ത്രൂ ഔട്ട് കൂടെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ വേറൊരു തരത്തിലുള്ളൊരു പ്ലേസിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പം നമുക്കൊരു വാക്ക് പോലും മാറരുത്, ഒരു ദൃശ്യം പോലും അനാവശ്യമായി മാറരുത് എന്ന് പറയുന്ന ചിന്തയുണ്ട്. അപ്പം ഈ പറയുന്നൊരു കൊടുക്കൽ വാങ്ങലുണ്ട്. നോവലിൻ്റെ കാര്യത്തിലും ഇതേ ഉണ്ട്. നോവലിൽ നിന്നും എന്താണ് നമുക്ക് വേണ്ടതെന്ന് ആലോചിച്ചെടുക്കുമ്പോൾ മാത്രമാണ് നമ്മളത് എൻ്റെ സ്ക്രീൻ പ്ലേയിലേക്ക് പോകുന്നത്. അത്രയും ചെയ്താൽ മതി. അത് അൾട്ടിമേറ്റായിട്ട് ഇതെല്ലാം നിൽക്കുന്നത് ജനത്തിൻ്റെ മുമ്പിലേക്കല്ലേ. ജനമാണല്ലോ ഫൈനൽ അതോറിറ്റി. അവൻ തീരുമാനിച്ചുകൊള്ളും ഇത് നല്ലതോ ചീത്തയോ എന്നുള്ളത്. അതെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചോദിക്കാൻ പ്രേക്ഷകർക്ക് ചോദ്യങ്ങളും ഉണ്ടാകും. നിങ്ങൾ 3 പേരും തിരക്കഥ എഴുതുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് മനുഷ്യരുണ്ട്. അതായത് ഒരു സിനിമ കാണുന്ന പോലെ, നമുക്ക് കാണുന്ന പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇവർ കഥ പറഞ്ഞു തരും. ഇവർക്ക് കഥ പറഞ്ഞു തരാനായിട്ട് അറിയാം, പക്ഷേ അവരെ കൊണ്ട് എഴുതാൻ പറ്റാറില്ല. ആ കഥ പറഞ്ഞു തരുന്ന അതേ ഡെപ്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷനോടുകൂടി അവർക്ക് എഴുതി ഫലിപ്പിക്കാൻ കഴിയാറില്ലെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് അവർക്ക് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് പോലെ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിന് ആ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് അവർക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് എന്തെങ്കിലും ഒരു, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ജോക്സ് അപ്പാർട്ട്. പക്ഷെ ഇപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതാവും തോന്നുന്നു അല്ലേ? ഇപ്പം ഇനി AI ആണ് സ്ക്രിപ്റ്റ്, അല്ല ഓഫ് കോഴ്സ് നടക്കില്ല. പക്ഷെ അതിൽ ഇപ്പം അതാണ് പറയുന്നത്, AI വരെ സ്ക്രിപ്റ്റ് എഴുതുന്നു എന്നുള്ളത് പറയാം. ഡോണ്ട് ഡു ദാറ്റ്, ഞാൻ അങ്ങനെ പറയല്ല. പക്ഷെ റൈറ്റേഴ്സ് ബ്ലോക്ക് എനിക്ക് തോന്നുന്നു എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇവരിവിടെ ഉണ്ട്, അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ആദ്യമായിട്ട് എഴുതുവാണോ ആലോചിക്കുന്നത്? റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വാക്ക് ഉപയോഗിക്കരുത് കേട്ടോ. ആദ്യമായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് എന്തെങ്കിലും എഴുതാൻ ആലോചിച്ചിട്ട് അത് റൈറ്റേഴ്സ് ബ്ലോക്ക് ആണെന്ന് പറയുന്ന മണ്ടത്തരം ദയവ് ഇത് പറയരുത്. കാരണം എന്തെങ്കിലും ഉണ്ട്, കുറേ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എഴുതുമെന്ന് ആലോചിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലൊരു സംവിധായകനെ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കഥ, ഇത് ത്രെഡിൽ എന്തെങ്കിലും ഒരു കാമ്പുണ്ടെന്ന് തോന്നുന്ന, മനസ്സിലാക്കുന്ന, സഹായിക്കാൻ താല്പര്യമുള്ള ഒരു സംവിധായകനാണ് കിട്ടുന്നതെങ്കിൽ അതൊരു കൂട്ടായ്മയാണ്. അത് തിരക്കഥ മുഴുവനായിട്ടും കംപ്ലീറ്റ്ലി പോളിഷ്ഡ് ആയിട്ട് ഫുൾ പ്രൂഫായിട്ടൊരു തിരക്കഥ സംവിധായകൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ടതില്ല. അപ്പോൾ ഹോപ്പുണ്ട്. സ്ക്രീൻ പ്ലേ എഴുതി കഴിഞ്ഞ് എഴുതിയില്ലെങ്കിൽ ഒരു നല്ല സംവിധായകൻ, നേരത്തെ അച്ഛനെ പറഞ്ഞ പോലെ നല്ലൊരു സംവിധായകനോട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നാമത്തെ സീൻ മുതൽ അതെപ്പോൾ നടക്കുന്നു, എങ്ങനെ അവസാനിക്കുന്നു എന്ന് അവസാന നിമിഷം വരെ ഉണ്ടാകുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ അത് ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ മോനെ. ഇപ്പോൾ മനസ്സിലായില്ലേ? എഴുത്ത് പോലും ആവശ്യമില്ല. ഈ പറഞ്ഞ റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് ട്രാൻസ്ലേറ്റിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഇത് പ്രിൻ്റ് ചെയ്ത് തരും നമുക്ക്. പുതിയ കാലം, പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഥ പറയുന്ന ഒരാൾ എഴുതി ഫലിപ്പിക്കണം എന്ന് പറയുന്നത് അയാൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ആ പറച്ചിൽ മതി. ലോഹിതദാസും അങ്ങനെയുള്ള കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്കൊന്നും കഥ പറയാൻ അറിയാത്ത ആൾക്കാരാണ്. കഥ പറയാൻ വളരെ മോശപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ. അവർക്ക് അത് പറ്റില്ല, കഥ പറയാൻ ഇതില്ല. പക്ഷെ ഇപ്പം നമുക്ക് തന്നെ കേട്ടിട്ടുണ്ട്, അതിഗംഭീരമായിട്ട് കഥ പറഞ്ഞിട്ട് പക്ഷേ എഴുതാനൊന്നും പറ്റില്ല. ഇത് ബേസിക്കലി ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ AI എന്തുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ അത് എഴുത്ത് എന്തായാലും AIനെയൊക്കെ മറികടക്കും എന്നുള്ള ഇതിൽ വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ഒരിക്കലും എഴുത്തിൻ്റെ അകത്തേക്കൊന്നും ഞാനിപ്പോൾ ഇന്ന് എഴുതുന്ന കഥയായിരിക്കില്ല AI അതുവരെയുള്ള എൻ്റെ കഥയെല്ലാം വെച്ച് സംഭവം ചെയ്യും. ഞാൻ നാളെ AIനെ മറികടന്നുകൊണ്ട് വേറൊരു സാധനം എഴുതും.
അപ്പോൾ അത് ഞാൻ എഴുതും. പിന്നെ എൻ്റെ പിറകെ വീണ്ടും വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഐക്ക് അങ്ങനെ ഈ ക്രിയേറ്റിവിറ്റിനെ ഒന്നും മറികടക്കാൻ വേണ്ടി പറ്റില്ല. ഇതൊരു പരിശീലനമാണ്. എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഈ പറയുന്ന പോലെ ഈ പിന്നെ ഞാൻ സീരിയലിലേക്കാണ് വന്നത് ആദ്യം. അന്നിങ്ങനെ നമ്മൾ ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുന്ന സമയത്ത് ആണ് എന്നെ പിടിച്ചിട്ട് സീരിയലിലേക്ക് കൊണ്ടുവന്നത്. അന്ന് നോക്കുമ്പോൾ ഒരു സീരിയൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരാന്നും പറയുന്നില്ല. വളരെ പ്രശസ്തരായ ഒരാളെ എഴുതിയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാതെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇത്രയും നല്ല പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുക. മെഗാ സീരിയലാണ് കേട്ടോ. അത് പ്രൊഡ്യൂസ് ചെയ്തൊക്കെ ഇവിടുത്തെ വളരെ പ്രശസ്തരായ ആളുകളാണ്. അവരുടെ പേരൊന്നും ഞാൻ പറയില്ല. ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഞാൻ 2-3 ഷോർട്ട് ഫിലിമിന് എന്തോ ഇത് വേണ്ടി എഴുതിയെന്നല്ലാതെ എനിക്ക് ഇതിൻ്റെ ABCD അറിയില്ല. ഞാൻ അവിടെ നിന്നിട്ട് എന്നെ അവിടെ കൊണ്ട് പിടിച്ചത്. പക്ഷേ എനിക്ക് അവിടുന്ന് പോകാനും പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് പോയി. കാരണം എന്തെങ്കിലും ജീവിക്കണ്ടേ. എഴുതാൻ തീരുമാനിച്ചിട്ട് നാടുവിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. എന്താ വന്നു ചോദിക്കും. അപ്പോൾ ഞാനിത് എനിക്ക് അവസാനം കച്ചി തുരുമ്പാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇത് എഴുതാൻ പറ്റണ്ടേ. ഇത് എഴുതാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയല്ലോ കൂടി ഞാൻ ഒരു സീൻ എഴുതി വെച്ച്. പക്ഷെ പിന്നീട് നമ്മൾ നിരന്തരമായ പരിശീലനമാണിത്. നമുക്ക് പിന്നെ നമ്മൾ എഴുതിക്കൊണ്ട് ഇപ്പോഴും ഞാൻ നല്ലൊരു തിരക്കഥാകൃത്തൊന്നും അല്ല, അങ്ങനെ പറയുന്നതൊന്നും അല്ല കേട്ടോ. ഇപ്പോഴും തന്നെ ഞാനിപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ വേറൊരു തിരക്കഥാകൃത്താണ്. രാജീവിൻ്റെ കൂടെ ചെയ്യുമ്പോൾ വേറെ തിരക്കഥാകൃത്താണ്. അമൽ നീരദിൻ്റെ കൂടുമ്പോൾ വേറെ ഏതോ തിരക്കഥാകൃത്താണ്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് വലിയൊരു പരിശീലനമാണ്. പെട്ടെന്ന് ഒരു ദിവസം നീ നിങ്ങളൊക്കെ വളരെ ചെറിയ പ്രായമല്ലേ, നിങ്ങൾക്ക് എവിടെയോ കിടക്കാനുണ്ട്. അതൊന്നും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ഒന്നാമത് നന്നായി ഇതിന് നല്ലൊരു പരിശീലനം വേണം. അല്ലാതെ വെറുതെ വന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് പല ആൾക്കാരും അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി വരുന്നു. എനിക്ക് തന്നെ പടവില്ല, അപ്പോൾ പിന്നെയാണ് എൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ. അപ്പോൾ എൻ്റെ അടുത്തേക്ക് അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, IT കമ്പനിയിൽ നിന്നൊക്കെ 2.5 ലക്ഷം രൂപ ശമ്പളമൊക്കെ മേടിച്ച് വരുന്നവനാണ്. അവൻ ഇംഗ്ലീഷും മലയാളം കൂടിയിട്ടാണ് എഴുതുന്നത്. അവന് ഇംഗ്ലീഷും മലയാളം കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മംഗ്ലീഷ് ഭാഷയിലൊക്കെയാണ് ഇവൻ. ഞാൻ പറഞ്ഞു, നീ ആദ്യം ഒന്ന് മലയാളം എഴുതാൻ പഠിക്കുക, എന്നിട്ട് നീ എങ്ങോട്ട് വാ, സിനിമയിലേക്ക് വാ. അപ്പോൾ അതുപോലും ചെയ്യാത്ത രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഇതില്ല. നമ്മൾ ഒരുപാട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു തിരക്കഥയുടെ സാധനം. ചിലപ്പോൾ നമുക്ക് ഒരു ഡയലോഗ് കൊണ്ടൊക്കെ പണ്ട് എഴുതിയ സാധനങ്ങൾ ഒരു 5-8 പേജൊക്കെ എഴുതിയ സാധനം ഒറ്റ ഡയലോഗ് കൊണ്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. 2 തമ്മിലെ ബന്ധം. നമ്മളന്ന് ബോംബെയിൽ നിന്ന് കണ്ടുമുട്ടിയല്ലേ, തീർന്ന്. നിങ്ങളുടെ വിഷ്വലി കംപ്ലീറ്റ് ബോംബെയിൽ നിങ്ങൾ കണ്ടുമുട്ടിയ സാധനങ്ങളും എല്ലാം ആയി. പിന്നെ അതിൽ വേറെ സംഭവമില്ല. പിന്നെ നിങ്ങൾ ബോംബെയിൽ നിന്ന് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബോംബെയിൽ പോയിട്ട് അത് അതെല്ലാം എഴുതിയിട്ട് നമ്മളിങ്ങോട്ട് വരും. ഒരു 10-25 പിന്നെ ഇതുണ്ടാവും, സീൻസ് ഉണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെയാണ്, പരിശീലനമാണത്. സർ ഇവിടെയാണ്. നല്ലൊരു ചർച്ചയായിരുന്നു. നമസ്കാരം. എൻ്റെ ഒരു ചോദ്യം, ഞാൻ 2 മക്കളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒത്തിരി സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിരുന്നതാണ്. ഇന്ന് പലപ്പോഴും എനിക്ക് എൻ്റെ കുട്ടികളെയും കൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സാധിക്കുന്നില്ല. കാര്യം മിക്ക മൂവീസും അഡൽട്ട് റേറ്റഡ് ക്രൈം മൂവീസാണ്. അപ്പം സന്തോഷം നേരത്തെ പറഞ്ഞു, ലോകത്തെ വ്യാപാരം നോക്കിയാണ് നിങ്ങൾ പലപ്പോഴും കഥ എഴുതുന്നത്, അപ്പോൾ ക്രൈമാണ് സെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതേ സമയത്ത് പണ്ടൊക്കെ തിരക്കഥകൾ പലപ്പോഴും നമുക്ക് ക്രിയേറ്ററിന് കണ്ടന്റ് എന്താണ് സമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ളത് ബേസ് ചെയ്തായിരുന്നു കഥകളും തിരക്കഥകളും എഴുതിയിരുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് നിന്ന് മാറി ഇന്ന് പലപ്പോഴും എന്താണ് സെല്ല് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതെന്ന് മാത്രം നോക്കി തിരക്കഥാകൃത്തുകൾ സിനിമ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെപ്പോലെ നല്ല ലൈറ്റ് ഹാർട്ടഡ് മൂവീസ് കാണാൻ ആഗ്രഹിക്കുന്ന മക്കളുമായിട്ട് തിയേറ്ററിൽ പോയി കുറച്ച് സമയം, മാം നേരത്തെ പറഞ്ഞ പോലെ ഈ എല്ലാവരുടെയും വി ആർ ഓൾ ബിക്കമിങ് ഭയങ്കര റേജാണ്. നമ്മൾ നമ്മുടെ ആയുസേഷണത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷൻ അല്ലേ, നിങ്ങളിത് എഴുതാത്തത് കൊണ്ടല്ലേ ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ലൈറ്റ് ഹാർട്ടഡ് മൂവീസ് പോയി കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ നല്ല വാല്യൂസും ഈ കഥകളും ലൈറ്റ് മൊമെൻറ്റ്സും കൊടുക്കാൻ പറ്റാത്തത്? അല്ല, ഒറ്റ കാര്യമുള്ളൂ. സിനിമ എന്ന് പറയുന്നത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. അതൊരു വലിയ എക്സ്പെൻസ് ഉള്ള, അതായത് മൾട്ടി ക്രോർ ബിസിനസ്സാണത്. സ്വാഭാവികമായിട്ടും എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നാൽ എൻ്റെ ഇഷ്ടത്തിലുള്ള സിനിമ ചെയ്യാനൊന്നും ചിലപ്പോൾ ടോട്ടൽ നെറ്റ്വർക്ക് സമ്മതിക്കണമെന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞൊരു ചോദ്യത്തിന് എനിക്കൊരു രസമുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ അഡൾട്രേറ്റ് ആയിട്ടുള്ള സിനിമകൾ കണ്ടുവരുന്ന ഈ കഴിഞ്ഞ ദിവസം മാർക്കോ എന്ന സിനിമയ്ക്ക് തന്നെയാണത്.
ഒരു 10-12 വയസ്സുള്ളൊരു കുട്ടിയും അതിന് താഴെയുള്ളൊരു പെൺകുട്ടിയും രണ്ടുപേരുമായിട്ട് ഒരു അച്ഛനും അമ്മയും വരുന്നു. അവർ സിനിമ കാണാൻ വേണ്ടി വന്നപ്പോൾ അവിടെയുള്ള ബ്ലോക്ക് ചെയ്തു ഈ അവിടുത്തെ തിയേറ്ററിലെ ഉദ്യോഗസ്ഥർ. കാരണം അവർ ഈ കുട്ടികളെ കൊണ്ട് സിനിമ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളോട് ഞാൻ അവിടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ട്, ഇത് കൃത്യമായിട്ടും പിന്നെ 17-18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ അച്ഛനും അമ്മയും ചോദിച്ചത്, ഞങ്ങൾ ഈ സിനിമ കാണാൻ വന്നത് ഞങ്ങളുടെ മക്കളുമായിട്ടാണ്. ഈ ഞങ്ങൾക്ക് ഈ സിനിമ കാണണം. ഞങ്ങൾ ഈ മക്കളെ എവിടെ കളഞ്ഞിട്ട് പുറത്ത് നിർത്തിയിട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ആ മക്കളോട് ചോദിച്ചു, ഞാനപ്പോൾ ആ മക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് സിനിമ കാണണം, ഞങ്ങൾക്ക് സിനിമ കാണണം എന്നാണ് ആ മക്കൾ എന്നോടും പറഞ്ഞത്. അവർ സിനിമ കണ്ടുപോകുന്ന ഈ ജനതയോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ്. നല്ല സിനിമ കാണണോ, ചീത്ത സിനിമ കാണണോ, വയലൻസ് കാണണോ, അല്ലെങ്കിൽ ഇമോഷൻസിൻ്റെ മറ്റു ഏരിയകൾ കാണണമോ എന്ന് ചോദിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ട്, കയറ്റത്തില്ല. കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ എന്ന് ഞാൻ പ്രത്യേകം പറയും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോലും കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ്. ഞാൻ ബാംഗ്ലൂരൊക്കെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ് മൂവീസ് അവിടെ കാണാൻ കുട്ടികൾ വരാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ കേരളത്തിൽ ഒരു നിവൃത്തിയില്ല. കേരളത്തിൽ അത് ഇതുപോലെ ചോദിക്കുന്ന അച്ഛനമ്മമാരുള്ളത് കൊണ്ടത്തോളം കാലം നമ്മളെല്ലാവരും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാലത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കുന്ന അച്ഛനമ്മമാരുള്ളിടത്തോളം കാലം ആ കുട്ടികൾ ഇതുപോലുള്ള വയലൻസ് സിനിമകൾ കാണും. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണെന്ന് പറയുന്ന ആ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാർ ചോദിച്ച ക്വസ്റ്റിന് ഉത്തരം പറയാനാണെങ്കിൽ, ഇപ്പോൾ പോസ്റ്റ് കോവിഡ് നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ ഓരോ പെനി, എവ്രി റുപ്പി ദാറ്റ് യു ആർ സ്പെൻഡിങ്, അത് നമ്മൾ വളരെ ആലോചിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ബാംഗ്ലൂരാണ്. ഞാനിപ്പോൾ PVR പോയിട്ടൊരു സിനിമ കാണണം എന്ന് ഞാൻ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുക എൻ്റെ കുടുംബത്തിനും അത് കഴിഞ്ഞിട്ട് പോപ്കോണിനും അത് കഴിഞ്ഞിട്ട് വെള്ളത്തിനും എല്ലാത്തിനും കൊടുക്കുന്ന കാശെല്ലാം കൂടെ നോക്കുമ്പോൾ ഇസ് ഇറ്റ് വർത്ത് ഗോയിങ് ടു എ തിയേറ്റർ ആൻഡ് ദെൻ വാച്ച് എ മൂവി വിത്ത് മൈ ഫാമിലി? അങ്ങനെ നമ്മൾ പ്രേക്ഷകർ ആലോചിക്കുമ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഇൻക്ലൂഡിങ് പീപ്പിൾ ഹു ആർ ഇൻവെസ്റ്റിംഗ് മണി ഇൻസൈഡ് അവരും ആലോചിക്കും. ഇപ്പോൾ ആവേശം നമ്മൾ തിയേറ്ററിൽ പോയി കാണും അല്ലേ? പക്ഷേ പെബിൾസ് പറഞ്ഞൊരു സിനിമയാണെങ്കിൽ നമ്മളത് OTT കാണാനേ നോക്കുകയുള്ളൂ അല്ലേ? ആ ഒരു രീതിയിൽ സിനിമയ്ക്ക് തന്നെ കാറ്റഗറൈസേഷൻ ഫ്രം ദ മൊമെൻറ്റ് ടു റൈറ്റ് എ സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞു. ആ ചേഞ്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. സോ ദർ ഇസ് സംതിങ് കോൾഡ് പ്രീ-കോവിഡ് ആൻഡ് പോസ്റ്റ്-കോവിഡ്. അപ്പോൾ ഇത് കണ്ടൻറ് ക്രിയേഷൻ നടക്കാത്തത് കൊണ്ടല്ല, പക്ഷേ നമ്മൾ ആസ് പ്രേക്ഷകർ മാറിയത് കൊണ്ടും കൂടിയാണ് ഈ ചേഞ്ച് വളരെ എവിഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കാലം മാറുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സിനിമ ചെയ്യുന്നവർ പോലും കഴിഞ്ഞ മുൻകാലങ്ങളിൽ ചെയ്തു വെച്ച ഇപ്പോൾ MTA ഒക്കെ പോലെയുള്ളവരുടെ തിരക്കഥ പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ തിരക്കഥ എഴുതുന്നതും സിനിമകൾ ചെയ്യുന്നതും ഒക്കെ. അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ വിജയിക്കാതിരുന്ന സിനിമകൾ, ഇപ്പോൾ ബിഗ് ബി ഒക്കെ പോലെയുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് യൂത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാലത്തിൻ്റെ മാറ്റം ശരിക്കും തിരക്കഥയെ യഥാർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ടോ? പിന്നെ വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ AI യുഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് AI വെച്ച്, ഇപ്പോൾ ലിയനാർഡോ AI പോലെയുള്ള ടൂൾസൊക്കെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് AI തന്നെ മ്യൂസിക് ചെയ്യുന്ന അങ്ങനെയുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് തിരക്കഥയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇത് രണ്ടും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആരുടെ ചോദ്യം? നിങ്ങൾ ആര് ഉത്തരം പറഞ്ഞാലും എനിക്ക് ഇപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ MT സാറിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ KG ജോർജ് സാറിനെയോ പോലെയുള്ളവരുടെ തിരക്കഥകളുമായി താരതമ്യം ചെയ്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാലത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടത് എന്താണോ എന്ന് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ തിരക്കഥ സിനിമയിലേക്ക് എത്തുന്നില്ല. സോ ആ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. ആ രീതിയിൽ എഴുത്തിനെയും മാറ്റിയേ പറ്റൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കുന്നു. AI ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു കഥ പിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ആക്ടറോട് സംസാരിക്കുമ്പോൾ ആ ആക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു തിരക്കഥയിൽ ഇപ്പോൾ ഒരു ആക്ടറുടെ ഭാഗത്തുനിന്ന് ചില മാറ്റങ്ങൾ വേണം എന്ന് പറഞ്ഞ് അവർ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കുറേ സമയം എടുക്കുമായിരുന്നു ഒരു തിരക്കഥാകൃത്തിന് ആ മാറ്റങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് വേറൊരു ഡ്രാഫ്റ്റ് ഈ ആക്ടറിന് കൊടുക്കാനായിട്ട്. ഇപ്പം അത് ആവശ്യമില്ല. കാരണം AI ടൂൾസ് കറക്റ്റായിട്ട് സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ, ആൻഡ് ഇംഗ്ലീഷിലാണ് നിങ്ങൾ കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ, മലയാളത്തിൽ അത്രയും പോപ്പുലറായിട്ട് ഇപ്പോൾ AI നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അൺലെസ് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് അല്ലാതിരിക്കുകയാണെങ്കിൽ, ആ രീതിയിലാവുമ്പോൾ നമുക്ക്
മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളുടെ ഡ്രാഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതൊരു ഭയങ്കര ട്രെമെൻഡസ് ചേഞ്ചാണ് ഇപ്പോൾ സ്ക്രിപ്റ്റിൽ എഴുത്തിൽ വന്നിട്ടുള്ളത്. അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഡീപ്സീക്ക് വന്നിട്ടുണ്ട്, ChatGPT വന്നിട്ടുണ്ട്, ജെമിനായി ഉണ്ട്. അപ്പോൾ പല രീതിയിലും സ്ക്രിപ്റ്റിന് തന്നെ വേണ്ടിയിട്ടുള്ള AI ടൂൾസ് തീർച്ചയായിട്ടും വരും. അപ്പോൾ അഡ്വർടൈസിങ്ങിൽ പലർക്കും ജോലി പോയതുപോലെ നമുക്കും ജോലി പോവും. അല്ലെങ്കിൽ നമ്മൾ ആ ടെക്നീക്ക് നമ്മൾ പഠിക്കാനായിട്ടുള്ള ഒരു സ്മാർട്ട്നെസ് ടെക്നോളജി പോകുന്ന രീതിയിലേക്ക് നമുക്കും അഡ്വാൻസ്ഡ് ആവാനുള്ള ഒരു ബുദ്ധിയും വിവേകവും ഒക്കെ നമുക്കും വേണ്ടി വരും. തിരക്കഥയാണ് ഹീറോ എന്ന് കരുതുന്ന ഒരു വലിയ ഓഡിയൻസ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. അതേസമയം നമ്മുടെ പുതിയ ഈ ന്യൂ ജെൻ ഒക്കെ പോയി ഇപ്പോൾ ജെൻസിയാണ്. അവരുടെ വാക്കുകൾ വേറെയാണ്, അവരുടെ ലോകം വേറെയാണ്. ഈ സ്കിബിഡി, പൂക്കി, ഗ്യാസ് ലൈറ്റിംഗ്, ബെഞ്ചിങ്, ഗോസ്റ്റിംഗ് ഒക്കെയുള്ള വളരെ കോമൺ ആയിട്ട് മലയാളം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന കുട്ടികളാണ് ഈ കാലത്തുള്ളത്. ഈ ഒരു ചാലഞ്ച് നമ്മൾ തിരക്കഥാരംഗത്ത് എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അപ്പോൾ സന്തോഷ് സാർ ഇടയ്ക്കൊന്ന് പറഞ്ഞു, ആദ്യം പോയി മലയാളം പഠിക്കണമെന്ന് പറഞ്ഞു, ഒരാളോട് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ പുതിയ തലമുറയ്ക്ക് മലയാളം അറിയില്ല. എൻ്റെ മകളുടെ അടുത്ത് ചോദിച്ചാൽ പല വാക്കുകളും അറിയില്ല. കുട്ടികൾ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മലയാളം വായിക്കാൻ അറിയില്ല. അവർക്ക് ഇംഗ്ലീഷിലാണ് സംവേദനക്ഷമത കൂടുതൽ. ഇംഗ്ലീഷിൽ ചിന്തിക്കുകയും മലയാളത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ആ ചാലഞ്ച് എങ്ങനെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്? നമ്മളും ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും. ഇതെങ്ങനെ ഏറ്റെടുക്കുന്നത് എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ചാലഞ്ചിങ് ഒന്നുമില്ല. കാരണം നമുക്ക് എന്തായാലും ഇംഗ്ലീഷിൽ പിന്നെ തിരക്കഥ എഴുതാൻ അറിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല അത്. എനിക്ക് തോന്നുന്നില്ല സാർ അത് അങ്ങനെയൊന്നും ഉള്ള ഒരു എവിടെ എന്തായി കഴിഞ്ഞാൽ ഇത് പിന്നെ MM വിജയൻ മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ നമ്മളിങ്ങനെ ഈ ഭാഷേനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര ഭാഷ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മലയാള ഭാഷ ഭീകര സംഭവം, അത് മുത്തച്ഛൻ്റെ വടി പോലെയാണെന്ന്, ഊന്നുവടി പോലെ. മുത്തച്ഛനില്ല, മുത്തച്ഛൻ പണ്ടേ മരിച്ചു. പക്ഷേ എങ്കിലും മുത്തച്ഛൻ്റെ ഊന്നുവടി അവിടെ ഉണ്ട്. ഇതിനെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ എത്ര ഇത് ചെയ്ത് കഴിഞ്ഞാലും മറ്റേ ഒരു ഇംഗ്ലീഷ് വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാലും പക്ഷെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും എന്തുണ്ടാവും, ഇത്തരത്തിലുള്ള ഒരു നമ്മുടേതായ ഒരു സംസ്കാരവും നമ്മുടേതായ ലോകവും ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തൊരു ജനത വളർന്നു വരാം. ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പോകുന്നത് യൂറോപ്പിലൊക്കെയാണ് പോകുന്നത്, അവിടെയാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ അവർ ഇംഗ്ലീഷ് സിനിമ കാണട്ടെ, ആ ഇംഗ്ലീഷിൻ്റെ കൾച്ചറിൽ ഇംഗ്ലീഷ് സിനിമ കാണട്ടെ. അപ്പോഴും കേരളത്തിൽ മലയാളികൾ ഇല്ലാതിരിക്കുന്നൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് അതിനെക്കുറിച്ചിട്ട് ആധികാരികമായി പറയാനുള്ള അറിവില്ല. എനിക്ക് ആ സാധനം പക്ഷേ അവരുടെ ഈ പുതിയ തലമുറയുടെ ഒരു ജീവിതാവസ്ഥയും വൈകാരികതയും ഒക്കെ തന്നെ ഇങ്ങോട്ട് വരണം. നമ്മുടെ മറ്റേ സിനിമയിലേക്ക് മാത്രമല്ല നോവലിലേക്കും എല്ലാം വരണം. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് ആൾക്കാർ വരണം. ഇല്ല എനിക്കിപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ മകൻ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ്. ഈ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന അവൻ്റെ കാര്യങ്ങൾ, അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് എനിക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ. പക്ഷെ അതിൻ്റെ അകത്ത് ജീവിക്കുന്നത് അവരാണ്. അവരുടെ ഉള്ളിൽ നിന്നാണ് എന്ത് വരേണ്ടത്, നല്ല സിനിമകളും ഇതേപോലുള്ള സിനിമകളും ഇതേപോലെ തന്നെ നോവലുകളും മറ്റൊക്കെ വരേണ്ടത്. ഞാൻ ആരും കുറ്റം പറയുന്നല്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്ത വൈവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഞാൻ കുറ്റം പറയുന്നൊന്നുമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞൊരു സാധനമാണ്, ഇവരൊക്കെ ജീവിച്ചോട്ടെ. കാരണം ഈ പിന്നെ നിമ്ന വിജയന് 10 കോടി രൂപ കിട്ടട്ടെ, നന്നായിട്ട് ജീവിക്കട്ടെ. ഇപ്പം എന്താണ് സ്നേഹപൂർവ്വം നിന്നോട്, ഇപ്പോൾ പുതിയ ഇത് വരുന്നുണ്ട്, സ്നേഹപൂർവ്വം എന്നോട് എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്. ഇനി നമ്മൾ മറ്റവരോട് എന്ന് പറയുന്ന സാധനം വരും. അതൊക്കെ വന്നോട്ടെ, അതിനൊന്നും ഞാൻ പറയുന്നില്ല. അവരെഴുതിക്കോട്ടെ, അവർ അങ്ങനെ തന്നെ എഴുതണം. അവർ നന്നായിട്ട് അവർക്ക് ഇത് വേണം. അപ്പം നമ്മൾക്ക് എന്ത് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിലുള്ള പെരിഫറലായിട്ടുള്ള റൈറ്റിംഗ്, അതായത് അത് ഒരു പൾപ്പ് റൈറ്റിംഗ് ആണ് സാധനം, അതൊക്കെ വന്നോട്ടെ, അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇവരുടെ ഇടയിൽ നിന്ന് എന്ത് വരണം? ഇവരുടെ ഇടയിൽ നിന്ന് ഈ സക്രിയനെ പോലുള്ള, OV വിജയനെ പോലുള്ള, ഈ പറഞ്ഞ ബഷീറിനെ പോലുള്ള റൈറ്റേഴ്സ് വരണം. വന്നിട്ട് ജീവിതത്തിൻ്റെ യഥാർത്ഥ സംഭവങ്ങളുണ്ട്. ഇത് ഭയങ്കര പെരിഫറലായിട്ടുള്ള പ്രണയം എന്ന് പറഞ്ഞിട്ട് ഞാനും തന്നെ ഇപ്പോൾ നാളെ നോക്കിയോ, ഇപ്പം നമുക്കൊക്കെ എഴുതാൻ വേണ്ടി വരുന്നതാണ്. ഞാൻ നാളെ ഒരു നല്ലൊരു പ്രണയം വെച്ചിട്ട് മറ്റേത് വിറ്റുപോയില്ലേ, ആര് രക്ഷപ്പെട്ടതാരാണ്? M മോഹനാണ് അല്ലേ, N മോഹനാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ 40ാമത്തെ എഡിഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രണയം ഇപ്പം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇത് ഭയങ്കരമായിട്ട് വിറ്റുപോകും, സാധനങ്ങൾ വിറ്റുപോകും. അത് പ്രണയം അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് പെരിഫറലായിട്ടുള്ള പ്രണയത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വിറ്റുപോകും, മനസ്സിലായില്ലേ? അപ്പോൾ അതല്ല റൈറ്റിംഗ്. യഥാർത്ഥ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിൻ്റെ അകത്തേക്ക് പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള റൈറ്റിംഗ് വേണം. അപ്പോൾ ഇതിൻ്റെ പാരലായിട്ട് അത്തരത്തിലുള്ള റൈറ്റിംഗ് കൂടി വേണം. അത്തരത്തിലുള്ള റൈറ്റിംഗ് എഴുതേണ്ടത് ഈ മുമ്പിലിരിക്കുന്ന കുട്ടികളിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഈ പുതിയ തലമുറയാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്.
യെസ് സാറിന് പുതിയ കാലത്തെ കുട്ടികളിൽ എനിക്ക് അവരിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ മകള് സംസാരിക്കുന്നത് അവർ പുതിയ ഭാഷ സംസാരിക്കുന്നു എന്നതല്ല, പുതിയ രീതിയിൽ സംസാരിക്കുന്നു. അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതായിരിക്കുമല്ലോ. അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അവർ ജീവിക്കുന്നത് ഇവിടെയാണ് ജീവിക്കുന്നതെങ്കിൽ അവരിവിടെയുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് അവർ തീർച്ചയായിട്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഞാൻ വേറൊരു കാര്യം, 25-30 വയസ്സുള്ള മക്കൾ, ആ ചെറുപ്പക്കാർ, അവരിപ്പോൾ അവർക്ക് താഴെയുള്ള കുട്ടികളെ പിന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് പറയാൻ തുടങ്ങുമ്പോൾ ആ കുട്ടികൾ തള്ള വൈബിനകത്തേക്ക് പെട്ടുപോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവർ കാണുന്നത്. ഇത് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 50 വയസ്സും 20 വയസ്സും തമ്മിലായിരുന്നു. ഇപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് 20 വയസ്സും 15 വയസ്സും തമ്മിലുള്ള ഗ്യാപ്പാണ്. അത്ര പോലും ഇല്ലാത്തൊരു ജനറേഷൻ ഗ്യാപ്പിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളെല്ലാം മനോഹരമായിട്ട് എഴുതട്ടെ, മനോഹരമായിട്ട് കഥകൾ പറയട്ടെ, മനോഹരമായിട്ട് ജീവിതത്തെ കാണട്ടെ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാലും അൾട്ടിമേറ്റായിട്ട് നിലനിൽക്കുന്നത് ഏത് എന്നുണ്ട്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്. അത് മണ്ണ് പോലെ അല്ല, മരം പോലെ, പ്രകൃതി പോലെയൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. ആ എക്സിസ്റ്റൻസ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. യെസ്, എല്ലാവർക്കും വളരെയധികം നന്ദി.